എന്തായാലും അശ്വതി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തെ ഒരു എന്താണ് ഒരു വർഷമാണ് നമ്മുടെ പിതൃക്കൾക്ക് ഒരു ദിവസമായി ചുരുങ്ങുന്നത് അല്ലേ. അപ്പോൾ ഈ ദിവസം ഇടുന്ന ബലിതർപ്പണം അത് ഒരു വർഷത്തേക്കുള്ളതാണ് എന്നുള്ളതാണ്. അവർക്ക് അവരെ സംതൃപ്തിപ്പെടുത്തുക, അവരെ ഊട്ടുക, അവർക്ക് മോക്ഷം ലഭിക്കാനായി പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കർക്കിടക വാവിന് ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിനും അതിൻ്റെതായ ഐതിഹ്യമുണ്ട്. ദർഭപ്പുല്ലിനായിക്കോട്ടെ, ഈ ഉണക്കലരിക്കായിക്കോട്ടെ, എള്ളിനായിക്കോട്ടെ. എള്ള് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പിതൃക്കൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ്. അങ്ങനെ അവരെ വലിയ രീതിയിൽ സംതൃപ്തപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന സകല സൗഭാഗ്യങ്ങൾക്കും പിന്നിൽ നമ്മുടെ വേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവരെ ഓർക്കുക എന്നതും വളരെ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ്. ഉറപ്പായും. എന്തായാലും നമ്മുടെ റിപ്പോർട്ടേഴ്സും തയ്യാറാണ്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് ശ്യാമപ്രസാദ് കൊല്ലം, തിരുമുല്ല വാരത്ത് നിന്ന് മനോജ്, ആലുവ മണപ്പുറത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, അവിടെ നിന്ന് ശിവദാസ് കർമ്മനം, ഒപ്പം തന്നെ ത്രിമൂർത്തി സംഗമ സ്ഥാനമായ തിരുനാവായിൽ നല്ല തിരക്കാണ് എന്നുള്ളതാണ്. യെസ്, നമുക്ക് എന്തായാലും ആദ്യം നമുക്ക് എവിടേക്ക് പോകാം? നമുക്ക് കോഴിക്കോടേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ. അവിടെ രമ്യയുണ്ട്. യെസ്, രമ്യ, നമ്മൾ നേരത്തെ കണ്ടതാണ്, നല്ല തിരക്ക് തന്നെയായിരുന്നു. ഇപ്പോഴും ആ തിരക്ക് തുടരുകയാണോ? കണ്ണൂർ പയ്യാമ്പലത്തേക്ക് പോകാമെന്ന് തോന്നുന്നു. അവിടെ മിഥുൻ പിള്ളയുണ്ട്. അതെ, ഇനി എന്തായാലും അവിടെയും നമ്മൾ രാവിലെ കണ്ടിരുന്നു അല്ലെ, നല്ല തിരക്ക് തന്നെയായിരുന്നു. ഒപ്പം തന്നെ സേവാഭാരതി എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി സേവാഭാരതി മുന്നിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മിഥുൻ പിള്ളയിലേക്ക് പോകാം. മിഥുൻ, നമ്മൾ രാവിലെ കണ്ടതാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോഴും ആ തിരക്ക് തുടരുകയാണോ? പറയൂ. അശ്വതി, രാഗി, കണ്ണൂരിൽ പയ്യാമ്പലത്ത് തിരക്ക് തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രാവിലെ 3 മണിക്ക് തുടങ്ങിയ പിതൃതർപ്പണ ചടങ്ങുകളാണ്. ഇപ്പോഴും ആ തിരക്ക് തുടരുകയാണ്. ഇപ്പോഴും വലിയ ക്യൂ നമുക്ക് പയ്യാമ്പലത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ 500ഓളം പേർക്ക് ഈ പിതൃതർപ്പണ ചടങ്ങുകൾ ചെയ്യാനുള്ള സൗകര്യം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സേവാഭാരതി പയ്യാമ്പലത്ത് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാവിധ സൗകര്യങ്ങളും സേവാഭാരതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നമ്മോടൊപ്പം ഈ സേവാഭാരതിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളൊപ്പം സേവാഭാരതിയുടെ രക്ഷാധികാരി കൂടിയായ KG ബാബു ചെയ്യുന്നുണ്ട്. നമ്മൾ നിരവധി വർഷങ്ങളായി നമ്മൾ ഈ പയ്യാമ്പലം കടപ്പുറത്ത് സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ, ഗോപാലകൃഷ്ണ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ, മുഖ്യ കാർമ്മികത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക്, 10,000കണക്കിന് ആളുകൾക്ക് ഇവിടെ പിതൃതർപ്പണം നടത്താനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ ആ കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ എത്തിയ എല്ലാവർക്കും, ഇവിടെ വലിയ കർമ്മം നിർവഹിച്ച മുഴുവൻ ആളുകൾക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ വരുന്ന ആളുകൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും, സേവാഭാരതിയുടെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഈ സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇത്തരം ഈ പിതൃതർപ്പണ ചടങ്ങുകളൊക്കെ നടക്കാറുള്ളത്. അപ്പോൾ ഇവിടെ പക്ഷേ പയ്യാമ്പലത്ത് സേവാഭാരതി ഒരു വലിയൊരു സംവിധാനം കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ടാണ് ആ സൗകര്യപ്രദമായ രീതിയിൽ അതിൻ്റെ കൃത്യമായ ചടങ്ങുകൾ നടക്കുന്നതുകൊണ്ടാണ് സേവാഭാരതിയിൽ ഈ പവലിയനിൽ ഇത്രമാത്രം ആളുകൾ മണിക്കൂർ കണക്ക് ക്യൂ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. ഓരോ തവണ തിരക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരികയാണ് തിരക്ക്. സേവാഭാരതിയുടെ പവലിയനിൽ വന്നിട്ട് തന്നെ ഗോപാലകൃഷ്ണ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് ആളുകൾ മണിക്കൂറുകളോളം ക്യൂ നിന്ന് കാത്തിരിക്കുന്നത്. ഇപ്പോൾ കുറേ വർഷമായല്ലോ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഓരോ വർഷവും നമ്മൾക്ക് ആയിരക്കണക്കിന് ആളുകൾ ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഈ സേവാഭാരതിയുടെ പവനിലേക്ക് ഈ പിതൃതർപ്പണം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു കാര്യം, ഈ പിതൃതർപ്പണ ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഒരു സൗകര്യം കണ്ണൂർ പയ്യാമ്പലത്ത് ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പക്ഷേ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ വലിയ തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഒരുപാട് ആളുകൾ ഇത്തവണ ഈ പിതൃതർപ്പണ ചടങ്ങുകൾ നിർവഹിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ പരാതികളില്ലാത്ത രീതിയിൽ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത്
ചെയ്ത് മടങ്ങിപ്പോകാനുള്ള സൗകര്യവും സേവാഭാരതി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. ഇവിടെ വരുന്ന ആളുകൾ നമുക്കറിയാം 3 മണിക്ക് തുടങ്ങിയതാണ്, ഇപ്പോൾ ഏതാണ്ട് 5 മണിക്കൂറിന് മുകളിലായിരിക്കുന്നു. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ വരുന്ന ആളുകൾക്ക്, വിശന്നൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് കർമ്മം ചെയ്ത ഉടൻ തന്നെ ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോകാനുള്ള സൗകര്യം കൂടി ഈ പയ്യാമ്പലത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടത്. മറ്റൊന്ന്, ഇവിടെ വരുന്ന ആളുകൾ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആശുപത്രിയിൽ പോകാൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആംബുലൻസ് സൗകര്യം അടക്കം വലിയ വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. നമ്മൾ ഈ സമയത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ 2000-ന് മുകളിൽ ആളുകൾ ഇവിടെ ഈ കർമ്മം നിർവഹിച്ച് മടങ്ങിപ്പോയി എന്നുകൂടി എടുത്തു പറയേണ്ടത്. അല്ലെങ്കിൽ ഓരോ ബാച്ചായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ കർമ്മം, പിതൃതർപ്പണ കർമ്മം ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഏകോപിപ്പിക്കാൻ വേണ്ടി ഏതാണ്ട് 50ഓളം വളണ്ടിയർമാരും ഇവിടെ ഉണ്ട്, സേവാഭാരതിയുടെ വളണ്ടിയർമാരും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സാഹചര്യത്തിൽ എടുത്ത് പറയേണ്ടതുണ്ട്. അശ്വതി, രാഹി. ശരി, അങ്ങനെയാണ് പയ്യാമ്പലത്തെ കാഴ്ചകൾ. നമുക്ക് എന്തായാലും കൊല്ലത്തേക്ക് പോകാം അല്ലേ? അവിടെ തിരുമുല്ലാവാരം, കൊല്ലത്തെ തിരുമുല്ലാവാരം വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുമുല്ലാവാരം എന്ന് പറയുന്നത്. അവിടെ മഹാവിഷ്ണുവും പരശുരാമനും ഉണ്ട്. അപ്പോൾ നമുക്ക് മനോജ് ഉണ്ട് അവിടെ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. മനോജ്, ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പിതൃസംഗമ ഭൂമിയാണ് ഈ തിരുമുല്ലാവാരം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ നമുക്ക് ഈ 8:30 അടുക്കുമ്പോൾ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? എങ്ങനെയാണ് ഈ തിരക്കൊക്കെ നിയന്ത്രിക്കുന്നത്? എങ്ങനെയാണ് കഴിഞ്ഞ തവണയൊക്കെ ഭക്തർ കണ്ണീരോടെയാണ് മടങ്ങി പോയത്? അവർക്ക് അതുകൂടെ നമ്മൾ ചേർത്ത് പറയണമല്ലോ. കാരണം ശരിയാണ്, നല്ല രീതിയിൽ ക്രമീകരണങ്ങളുണ്ട്, എങ്കിൽ പോലും ചില കല്ലുകടികൾ ഉണ്ടായിരുന്നു. ഈ നമ്മൾ ഇതിന്റെ ഒരു ഒരുക്കവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകുമ്പോഴൊക്കെ തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്തതാണ് അല്ലേ? തീർച്ചയായും. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു ദുരനുഭവം ഇത്തവണ ഉണ്ടാകില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? എന്താണ് മനോജി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് ബലിയിട്ട് മടങ്ങുന്നവർ പ്രതികരിക്കുന്നത്? വളരെ നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. രാവിലെ മുതൽ, അതായത് പുലർച്ചെ മുതൽ തന്നെ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങി. അപ്പോഴേക്കും ഈ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതായത് അത്രയധികം തിരക്ക് റോഡുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ വാഹനത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇവിടേക്ക് എത്തുന്ന ഭക്തർ ഇപ്പോൾ തന്നെ 10,000-കണക്കിന് പേരെങ്കിലും ഇവിടേക്ക് എത്തി ഈ ബലി അർപ്പിച്ചിട്ടുണ്ടാവും. അത്രയധികം തിരക്ക് തന്നെയാണ് പുലർച്ചെ മുതൽ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പല പ്രശ്നങ്ങളും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നേരത്തെയൊക്കെ സംയുക്തമായാണ് ഇവിടെ വിവിധ ഹൈന്ദവ സംഘടനകളും സാംസ്കാരിക സമിതികളും ദേവസ്വം ബോർഡൊക്കെ ചേർന്നുകൊണ്ട് ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ടി ബലിയർപ്പിക്കുവാനുള്ള സൗകര്യമൊരുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ അങ്ങനെയല്ല, സ്വന്തം നിലയിൽ നടത്തിക്കൊള്ളാം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു ദേവസ്വം ബോർഡിൻ്റേത്. അത്തരത്തിൽ ദേവസ്വം ബോർഡ് മാത്രം പന്തലിട്ട് ഇവിടെ കർമ്മികളെ ഏർപ്പാടാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്താണ് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത്. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഇവിടേക്ക് എത്തുന്ന ഭക്തരുടെ കയ്യിൽ നിന്നും പണം മാത്രം വാങ്ങി റെസിപ്റ്റ് നൽകി, പക്ഷേ അവർക്ക് വേണ്ട പൂജാദ്രവ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ആവശ്യത്തിന് നൽകിയിരുന്നില്ല. അതൊക്കെയാണ് പിന്നീട് പ്രശ്നത്തിലേക്ക് വഴിവെച്ചത്. അവരൊക്കെ തന്നെ വലിയ പരാതി ഉന്നയിക്കുകയും ചെയ്തു. വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തവണ വീണ്ടും ഈ സാംസ്കാരിക സമിതികളെയും ഹൈന്ദവ സംഘടനകളൊക്കെ ഉൾപ്പെടുത്തി എന്നുള്ള ആവശ്യം വന്നത്. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുജി സാംസ്കാരിക സമിതി, അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത്, ബലിതർപ്പണ ഭൂമി സംരക്ഷണ പരിപാലന ട്രസ്റ്റ് എന്നിവർക്കൊക്കെ വിവിധ ഇടങ്ങളിലായി ഈ പന്തൽ കെട്ടാനുള്ള ഒരു അനുമതിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തവണ ദേവസ്വം ബോർഡിന് മാത്രമല്ല, ഈ വിവിധ പന്തലുകളിലായി എത്തി ബലിയർപ്പിച്ച് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ കടൽത്തീരത്താണ്. വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ബലിയർപ്പിച്ച് മടങ്ങേണ്ടത് വളരെ സുരക്ഷയോടു കൂടിയാണ്. അപ്പോൾ അവർ ഓരോരുത്തരും ഈ ബലിതർപ്പണം, അതായത് പിതൃക്കൾക്ക് വേണ്ടി അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ മോക്ഷപ്രാപ്തിക്കായി ഈ ബലിയർപ്പിക്കുന്നത് അവർക്ക് ഓരോരുത്തർക്കും അത്രയധികം പ്രാധാന്യത്തോടുകൂടി ഒന്ന് തന്നെയാണ്. കാരണം ഈ ഒരിക്കൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വ്രതം നോറ്റുകൊണ്ട്, തലേന്ന് വ്രതം നോറ്റുകൊണ്ടാണ് ഈ ബലി അർപ്പിക്കാൻ വേണ്ടി ഭക്തരെത്തുന്നത്. അങ്ങനെ ബലി അർപ്പിക്കുന്ന ആ ഒരു സമയം മനസ്സിൽ പിതൃക്കളെ ധ്യാനിച്ചുകൊണ്ടാണ് അവർ ഓരോരുത്തരും ഇവിടേക്ക് എത്തുന്നത്. അതിൽ പ്രായ ഭേദമന്യേ ഒരുപാട് പേർ, അത്
സ്ത്രീകളെന്നോ അല്ലെങ്കിൽ പുരുഷന്മാരെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഭക്തിയാദരപൂർവ്വം ഇവിടെ എത്തി ബലി അർപ്പിക്കാവുന്നതാണ്. സാധാരണ ഈ നിത്യബലി നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് തിരുമുല്ലവാരം എന്ന് പറയുന്നത്. ഈ തീരത്ത് എന്നും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ബലിയർപ്പിക്കാനായി ഒരുപാട് പേരെത്തുമായിരുന്നു. അതുതന്നെയാണ് ഇത്തവണ ഈ കർക്കിടക വാവ് ബലിദിനത്തിൽ വളരെ തിരക്ക് അനുഭവപ്പെടാൻ അത്രയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു ബലിതർപ്പണ കേന്ദ്രം കൂടെ ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് വിവിധയിടങ്ങളിലായി. അതായത് ഈ ക്ഷേത്ര പരിസരങ്ങൾ മുഴുവനും ബലിയർപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ കർമ്മിമാരുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ തുടർന്നു വരുന്നുണ്ട്. ഇവിടേക്ക് ഭക്തരെത്തുമ്പോൾ എവിടെ നോക്കിയാലും ബലി അർപ്പിക്കുവാനുള്ള ഒരു പന്തൽ കാണാൻ സാധിക്കും. അവിടെ എത്തി രജിസ്റ്റർ ചെയ്ത ശേഷം ദേവസ്വം ബോർഡ് റെസിപ്റ്റ് നൽകിയിട്ടുണ്ട്. ആ റെസിപ്റ്റ് വാങ്ങിയ ശേഷമാണ് ബലി അർപ്പിക്കേണ്ടത്, അതിൻ്റെ ചടങ്ങുകളുടെ ഭാഗമാകേണ്ടത്. അപ്പോൾ അവർക്ക് മുന്നിലേക്ക് ആ പൂജാദ്രവ്യങ്ങളെത്തും, ആ ഇലയെത്തും, എള്ളെത്തും, അതോടൊപ്പം തന്നെ ആ പൂവും ജലവും കയ്യിൽ ധരിക്കേണ്ട പവിത്രവും എല്ലാം എത്തും. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് മനസ്സിൽ പിതൃക്കളെ ധ്യാനിച്ചുകൊണ്ട് മന്ത്രോച്ചാരണത്തോടു കൂടി അവരങ്ങനെ ആ ബലിതർപ്പണ ചടങ്ങുകളുടെ ഭാഗമാകുകയാണ്. തങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുകയാണ്. അവരിങ്ങനെ അതിനുശേഷം ഈ കടൽ തീരത്തേക്ക് ഒരുമിച്ച് നടന്നു വരും. ആ നടന്നു വന്ന ശേഷം ഇവിടെ സ്നാനം ചെയ്തുകൊണ്ടാണ് മടങ്ങുമ്പോൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവർ തങ്ങളുടെ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബലി അർപ്പിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയോടുകൂടി മടങ്ങുകയാണ്. എന്തായാലും ഇത്തവണ മറ്റ് പരാതികളൊന്നും രാവിലെ മുതൽ ഉയർന്നു വന്നിട്ടില്ല. ഇനി പോകുന്ന മണിക്കൂറുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമോ എന്നുള്ളത് അത് ഭക്തർ തന്നെ പറയേണ്ടതാണ്. കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയാണ്. രാവിലെ ഇവിടേക്ക് എത്തിയ ഭക്തർക്ക് പിന്നീട് അങ്ങോട്ട് ബലി അർപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അവർ കണ്ണീരോടുകൂടി മടങ്ങേണ്ടി വന്നു. പിന്നെ അത് കോടതിക്കും കൂടെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും അങ്ങനെ പരാതികൾ ഉയർന്നിട്ടില്ല. അത് വലിയ ഒരു ആശ്വാസമാണ്, സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. വരുന്നവർക്കെല്ലാം മനസ്സ് നിറച്ച് പിതൃക്കൾക്ക് ബലി തർപ്പിച്ച് സന്തോഷത്തോടെ മടങ്ങട്ടെ. അതെ, സന്തോഷത്തോടെ മടങ്ങാൻ സാധിക്കട്ടെ. ഇനി നമ്മൾ എങ്ങോട്ടാണ്? കോഴിക്കോടേക്ക് പോകുക അല്ലെ? നമ്മുടെ രമ്യ അവിടെ കോഴിക്കോട് വരക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ചേരുന്നുണ്ട്. രമ്യ, ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. നമ്മൾ രാവിലെ കണ്ടിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. എങ്ങനെയാണ് പിതൃതർപ്പണം നടത്തി മടങ്ങുന്നവരുടെ പ്രതികരണമൊക്കെ? അശ്വതി രാഗി, നിലവിൽ ഇപ്പോഴും തിരക്ക് തുടരുക തന്നെയാണ്. കാരണം പുലർച്ചെ മുതൽ ആരംഭിച്ച ഈ പിതൃതർപ്പണ ഭൂമിയിലേക്ക് എത്തിയത് 10,000-കണക്കിന് ആളുകളാണ്. നിലവിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം. കാരണം അത്രയും ആളുകളാണ് ഇപ്പോഴും പിതൃതർപ്പണം ചെയ്യുന്നതിനായി ക്യൂ നിൽക്കുന്ന ആളുകളെ വരെ നമുക്ക് കാണാം. കാരണം അത്രയ്ക്കധികം വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക്, വിശ്വാസികൾ തിരക്ക് ഇപ്പോഴും ഇവിടെയുണ്ട്. വരക്കൽ കടപ്പുറത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ രാവിലെ മുതൽ തന്നെയാണ് വലിയ രീതിയിലുള്ളൊരു വിശ്വാസികളുടെ എല്ലാം ഒഴുക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഇന്നലെ വൈകിട്ടോട് കൂടി തന്നെ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും പുനരാരംഭിച്ചു. നിലവിൽ ഇപ്പോഴും നീണ്ട ക്യൂ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് നമ്മുടെ ക്യാമറാമാൻ ആ ദൃശ്യങ്ങളെല്ലാം കൂടി കാണിക്കുമ്പോൾ നമുക്കറിയാം. കാരണം അത്രയ്ക്കധികം ആളുകളാണ് നിലവിൽ ഇപ്പോഴും ഈ ചടങ്ങുകൾക്കായി ഇത്തരത്തിൽ ക്യൂ നിൽക്കുന്നത്. അവരവരുടെ ഊഴം കാത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അത്രയ്ക്കധികം 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വരക്കൽ ബലിതർപ്പണ ഭൂമി എന്ന് പറയുന്നത് ഈ കർക്കിടവാവ് ബലിക്ക് മാത്രമല്ല നിത്യബലി നടക്കുന്ന ഒരിടമാണ്. നിത്യേന നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഈ കർക്കിടവാവ് ബലിക്ക് ഇത്തരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ജില്ലയെ സംബന്ധിച്ച്. ജില്ലയിൽ മറ്റു ഇടങ്ങൾ കൂടിയുണ്ട്. കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലും ഈ വരക്കൽ കടപ്പുറത്ത് തന്നെയാണ് നടക്കുന്നത്. കൂടാതെ തന്നെ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഹാളിലും ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൂടാടി ഉരുപുണ്യക്കാവ് ക്ഷേത്രം, മുക്കം തൃക്കോടുമണ്ണ ശിവക്ഷേത്രം അങ്ങനെ തുടങ്ങി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ചടങ്ങുകളെല്ലാം പുരോഗമിക്കുമ്പോഴും ഈ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുമ്പോഴും ഈ പ്രധാനപ്പെട്ട ഒരിടം എന്ന് പറയുന്നത് വരക്കൽ തന്നെയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത്. നിലവിൽ ഇപ്പോൾ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ബലിതർപ്പണം നടത്തിയതിനു ശേഷം അതായത് വലിയ രീതിയിലുള്ള തിലഹോമം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് തിലഹോമം ഉൾപ്പെടെ നടത്തിയിട്ടാണ് വിശ്വാസികൾ എല്ലാവരും തന്നെ ഇവിടെ നിന്ന് പോകുന്നത്. ഈ ശ്രേഷ്ഠാചാര്യ സഭയിലെ ആചാര്യന്മാരുടെയൊക്കെ കാർമ്മികത്വത്തിലാണ് ഇത്തരത്തിൽ ഇന്നലെ മുതൽ തന്നെ ഇവിടെ ചടങ്ങുകളെല്ലാം ആരംഭിച്ചിട്ടുള്ളത്. അത് നിലവിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ ഇനിയും ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനായി ഇത്തരത്തിൽ ഇവിടെ ക്യൂ എല്ലാം നിൽക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായും ഹിന്ദു ഐക്യവേദി, അതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, വരക്കൽ ദുർഗാദേവി ക്ഷേത്രം, ഈ 3 ക്ഷേത്ര ഭാരവാഹികളെല്ലാം നേതൃത്വത്തിലാണ് ഇവിടെ പ്രധാനമായും ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങ്
ചടങ്ങുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നിത്യബലി നടക്കുന്ന ഒരിടമാണ്. ഇത്തരത്തിൽ നിരവധി ആളുകൾ നിത്യേന ഇവിടെ എത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ ഈ ഇത്തരത്തിൽ ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ തന്നെ നമ്മളിവിടെ എത്തുകയും ഈ സജ്ജീകരണങ്ങളെല്ലാം തന്നെ സജ്ജീകരണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ ഏറ്റവും വലിയ ഒരു ആക്ഷേപം ഉയർന്നു കേട്ടതാണ് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ സജ്ജീകരണങ്ങൾ, അതായത് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ എത്തുന്ന സ്ഥലമാണ്. അതിനാൽ തന്നെ അവർക്ക് വസ്ത്രം മാറാനുള്ള ഒരു സജ്ജീകരണങ്ങൾ, ശുചിമുറിയോ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സജ്ജീകരണങ്ങളോ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. കോർപ്പറേഷൻ പലതവണ കോർപ്പറേഷനിൽ ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന വലിയ രീതിയിലുള്ള ആക്ഷേപം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു കേട്ടത്. ഇത് വളരെ കാലമായി ഇവിടുത്തെ ആവശ്യമാണ്. പക്ഷേ അതിന് യാതൊരു നടപടിയും ഇക്കാലയളവിലും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഒരു ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. കാരണം കടലിലാണ് ആളുകളെല്ലാം കുളിക്കുന്നതിന് ശേഷം വസ്ത്രം മാറി ഇവർക്ക് വീടുകളിലേക്ക് പോകാനുള്ള ഒരു സൗകര്യം, അതായത് വസ്ത്രം മാറാനുള്ള ഒരു സൗകര്യം ഏറ്റവും പ്രധാനപ്പെട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച്. പക്ഷേ അതിനുള്ള സൗകര്യം ഇതുവരെ ആയിട്ടും കോർപ്പറേഷൻ ഒരുക്കിക്കെടുത്തില്ല എന്ന് വലിയ ആക്ഷേപം തന്നെയാണ്. പക്ഷേ നിലവിൽ ഈ കർക്കിടക വാവുബലി എല്ലാം വരുമ്പോൾ താൽക്കാലികമായി ഇത്തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഹിന്ദു ഐക്യവേദി, ഇത്തരത്തിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, വരക്കൽ ദുർഗാദേവി ക്ഷേത്രം, തീർച്ചയായും എന്തായാലും കോഴിക്കോട് വരക്കൽ ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ മിഥുൻ, സമയം 9 മണിയോടുകൂടി അടുക്കാറാവുകയാണ്. എങ്ങനെയാണ് അവിടെ നിന്നുള്ള തിരക്കിന്റെ കാഴ്ചകൾ? എങ്ങനെയാണ് എല്ലാവരും വളരെ ആത്മസംതൃപ്തിയോടുകൂടി തന്നെയാണോ മടങ്ങുന്നത് ബലിയൊക്കെ അർപ്പിച്ച്? തീർച്ചയായിട്ടും. കാരണം ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തുക എന്ന് പറയുന്നത് അവർക്ക് ഐതിഹ്യപരമായും അതുപോലെ തന്നെ വിശ്വാസപരമായും ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലയിടങ്ങളിലായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ബലിതർപ്പണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആലുവ മണപ്പുറത്ത് നടത്തുന്ന ബലിതർപ്പണത്തിന് പ്രത്യേകതകളേറെയാണ്. അതിന് കൂടുതൽ ആത്മസംതൃപ്തി ഇവിടെ ബലിയിട്ട് മടങ്ങുന്നവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഓരോരുത്തരും നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം വലിയ രീതിയിലുള്ള ചരിത്ര പ്രാധാന്യമുണ്ട് ആലുവ മണപ്പുറം ആലുവ ശിവക്ഷേത്രത്തിനെല്ലാം. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ ശിവക്ഷേത്രം. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജഡായുവിന് വേണ്ടി ബലിതർപ്പണം നടത്തിയ പിതൃതർപ്പണം നടത്തിയ ഇടമാണ് ഇവിടമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ബലിതർപ്പണം നടത്തി കഴിഞ്ഞാൽ ഏറെ മോക്ഷദായകമാണ് എന്നാണ് ഓരോരുത്തരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിലെ ബലിതർപ്പണത്തിന് മാത്രമല്ല ശിവരാത്രി ദിനങ്ങളിലെല്ലാം ഇവിടെ ബലിതർപ്പണത്തിന് ലക്ഷങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്താറ്. ഇന്ന് രാവിലെ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ ബലിതർപ്പണം ആരംഭിച്ചത്. ഇപ്പോൾ ഈ 9 മണിയോട് അടുക്കുമ്പോഴും ആളുകളുടെ ഒഴുക്ക് ഈ ക്ഷേത്രത്തിലേക്കും ഈ ആലുവ മണപ്പുറത്തേക്കും ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ എത്തുന്നവർക്ക് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്താൽ മൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മണപ്പുറത്ത് സാധാരണ ഇത്തരത്തിൽ സ്വയമായി ആറാട്ട് നടക്കുന്ന ഒരിടം കൂടിയാണ്. ഭഗവാന്റെ വിഗ്രഹം പൂർണ്ണമായും പെരിയാറിൽ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ബലിതർപ്പണം ഇവിടെ ഈ പടിക്കെട്ടിൽ തന്നെ നടത്താൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായി മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ബലിതർപ്പണം ഇവിടെ നടത്താൻ തന്നെ സാധിക്കുകയാണ് ഉണ്ടായത്. ഇവിടുത്തെ മേൽശാന്തിയായിട്ടുള്ള ശങ്കര നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചത്. ഇപ്പോൾ 38 ബലിപീഠങ്ങളിലായി ഇവിടെ ബലിതർപ്പണത്തിൻ്റെതായിട്ടുള്ള ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 450ഓളം പോലീസുകാരും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇവിടെ ബലിതർപ്പണം പൂർത്തിയാക്കുന്നുണ്ട്. ചേട്ടാ, ഇവിടെ തന്നെയാണോ ബലിതർപ്പണം നടത്താൻ വരാറ്? അതെ അതെ അതെ, എല്ലാ വർഷവും ഇവിടെയാണ്. എല്ലാ വർഷവും ഇവിടെ എത്തുമ്പോഴുണ്ടാകുന്നൊരു വളരെ അനുഭൂതിയാണ്. ഇവിടെ വരുമ്പോൾ ഒരു വലിയൊരു വർഷത്തിലൊരിക്കൽ ഒരു വലിയ അനുഭൂതിയാണ് നമുക്കുണ്ടാകുന്നത്. ഒരു സംതൃപ്തി എല്ലാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് മണപ്പുറത്ത് പ്രത്യേകിച്ചാണ്. അതെ അതെ, എല്ലാ വർഷവും നമ്മൾ ഇവിടെ തന്നെയാണ് ബലിയിടാറ് സാധാരണ. ഇവിടെ അതാണ് ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ബലിതർപ്പണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി നാടുകളിൽ നിന്നുള്ള ആളുകളാണ്. അമ്മ, ബലിയിട്ട് കഴിഞ്ഞായിരുന്നോ? ഇവിടെ തന്നെ വരാനുണ്ടായിരുന്ന കാരണം എന്താണ്? ഞങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ തന്നെ വരുന്ന ആളുകളാ. ഇവിടെ വന്ന് ബലിയിടണമാണ് നമ്മുടെ തൃപ്തി. ഞങ്ങളുടെ ജനിച്ച സ്ഥലം ഇതാണ്, ഞങ്ങൾ ജനിച്ച സ്ഥലം. അപ്പം ഞങ്ങൾ ആയ കാലം തുടങ്ങി ഇവിടെ വന്ന് ബലിയിടുന്നതാണ്. ഇവിടെ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, അതൊരു സംതൃപ്തി വേറെയാണ്. വേറെ എവിടെയും പോയി ബലിയിടാറില്ല. ഞങ്ങൾ ഇവിടെ തന്നെ വരാറ്. മഹാദേവന്റെ നടക്ക.
തീർച്ചയായിട്ടും ശങ്കരൻ്റെ പീഠത്തിനരികിൽ ആ ഒരു മഹാദേവൻ്റെ മടിത്തട്ടിൽ ഈ പെരിയാറിനോട് ചേർന്ന് തന്നെ തൻ്റെ ബലിതർപ്പണം പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഓരോരുത്തർക്കും വലിയ മോക്ഷമായി കരുതുന്നു. അമ്മ ബലിയിട്ടായിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ബലിയിടാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ മഴയൊക്കെ ആയിരുന്നു? മഴയൊക്കെ സാധിക്കുമെന്ന് വിചാരിച്ചില്ല, എന്നാലും സാധിച്ചു. എവിടുന്നാ വരുന്ന അമ്മ? കങ്ങരപ്പടി. ഇവിടെ തന്നെയാണോ സ്ഥിരം വരാറ്? അതെ അതെ. ാണ് എല്ലാവരും വളരെ സംതൃപ്തിയോടെയാണ് ഇത്തവണ ആലുവ മണപ്പുറത്ത് നിന്ന് മടങ്ങുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ പെരിയാറിൻ്റെ തീരത്ത് ബലിയിടാൻ സാധിക്കുമോ എന്നുള്ളൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാം ദൃശ്യങ്ങളിൽ കണ്ടാണ് ക്ഷേത്രം പൂർണ്ണമായും മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അത് ആശങ്കകളെല്ലാം അകറ്റി മണപ്പുറത്ത് നല്ല തിരക്ക് തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അഭൂതപൂർവമായ ഒരു തിരക്കുണ്ട്. ഒപ്പം തന്നെ ഇനി മലപ്പുറത്തേക്കാണ് അല്ലെ. അവിടെ നാവാമുകുന്ദ ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയം 9 മണിയാകുന്നു അല്ലെ. ഈ ഒരു സമയത്ത് എങ്ങനെയാണ് തിരക്ക് എന്നുള്ളത് നമുക്ക് ശിവദാസിനോട് തന്നെ ചോദിക്കാം. ശിവദാസ്, എങ്ങനെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ അവിടെ ബലി അർപ്പിച്ച് മടങ്ങുന്നവരുടെ ഒരു ആത്മസംതൃപ്തി, അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി. ആരംഭിച്ചിരുന്നു. ഇപ്പോഴും നിരവധി ആളുകളാണ് ഇപ്പോൾ ബലി ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ നിരവധി ആളുകൾ അപ്പുറത്തൊക്കെ തന്നെ ബലിയിടുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷേ രാവിലെ ഉണ്ടായിരുന്ന അത്രത്തോളം തിരക്കില്ലെങ്കിൽ പോലും ഇപ്പോഴും അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. രാവിലെ പുലർച്ചെ 2 മണി മുതൽ തന്നെ ഇവിടെ കർമ്മങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 15 കർമ്മികളുടെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. എങ്ങനെ? നല്ല തിരക്കാണ്. രാവിലെ 2 മണി മുതൽ നല്ല തിരക്കാണ്. എന്നും എല്ലാ കൊല്ലത്തേക്കും കൂടുതൽ തിരക്കാണ് അനുഭവിച്ചിരുന്നത്. 15 കർമ്മികൾ. അതായത് ഇപ്പോൾ കർമ്മിയാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ഈ ബലി തർപ്പണ ചടങ്ങിൻ്റെ അതിൻ്റെ തിരക്കിലാണ് ഉള്ളത്. 15 കർമ്മികളാണ് ഇവിടെ ഈ ബലി തർപ്പണത്തിന് നേതൃത്വം നൽകുന്നത്. അതായത് ഇതിൽ തൊട്ടപ്പുറത്താണ് ബലി ഇട്ട് കഴിഞ്ഞ ആളുകൾ പോകുന്നത്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതായത് കുറച്ച് ഇത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോലീസുണ്ട്. കാരണം ഇപ്പോൾ പുഴയിൽ ഒഴുക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വലിയ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. അതായത് തിരുനാവായ നിത്യേന ബലി ഇടുന്ന ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ്. ഇത്തരത്തിൽ വലിയൊരു ഇരുമ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒഴുക്കിൽ പെടാതിരിക്കാനും അത്തരത്തിൽ സുരക്ഷയുടെ ഭാഗമായി ഒരു ഇരുമ്പ് ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അത് സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം. എന്തായാലും മലപ്പുറം തിരുനാവായയിലും നല്ല തിരക്കാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.